കാലുകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിവർ താഴെ അലോട്ട് അടിക്കും. ഈ കാണുന്ന നോർമൽ പേപ്പറിൽ നിന്നും ഇതുപോലെ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? 4 സൈഡുകളെ നമുക്ക് മടക്കാൻ ഇതുപോലെ ഷേപ്പ് വരുത്താൻ ആദ്യം ക്രീസിങ് ചെയ്യണം. ഇത് ഷൂലൈസ് അല്ല, ബാഗിന്റെ പിടിയാണ്. ഇവിടെ നോക്കി ഈ സ്റ്റാർ അടക്കം അതിന്റെ പ്രോപ്പർ അലൈൻമെന്റ് തന്നെ പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഫേസ് പ്രിന്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും ഫാൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. വാഷ് ചെയ്ത പൂല ഈ 1.5 ഇഞ്ച് ഇതിലൂടെ കടത്തി വിട്ടു. അപ്പോൾ 2 സൈഡും ക്രീസിങ് വന്നു. തിരിച്ച് ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു, ക്രീസിങ് കടത്തി വിട്ടു. 5 രൂപ മുതൽ 50 രൂപ വരെയുള്ള പേപ്പർ ബാഗുകളുണ്ട്. അപ്പോൾ ഇതുപോലെ ബാഗ് വൃത്തിയായിട്ട് ഇതേ ക്വാളിറ്റിയിൽ നമുക്ക് ഇതുപോലെ പെർഫെക്ഷൻ പോലെ ഇതുപോലെ ചെയ്യാൻ പറ്റും. ഈ കാണുന്ന നോർമൽ പേപ്പറിൽ നിന്നും ഇതുപോലെ കിടിലൻ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ മാംഗോ കസിൻസ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ GSA എക്സ്പോർട്സിൽ വന്നത്. ഇവിടെ ഈ പേപ്പർ ബാഗിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും അതുപോലെ മെഷീൻസിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. GSA എക്സ്പോർട്സിൻ്റെ കമ്പനീൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ അബൂ സാഹിദ് ചേട്ടനുണ്ട്. ചേട്ടനാണ് MD. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ, ഒരു വർഷം മുമ്പ് ചെയ്ത വീഡിയോയിൽ ചേട്ടനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ സാധാരണക്കാർക്ക് വേണ്ടി എങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാം പഠിപ്പിച്ചു തന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടി ഒരു അഡ്വാൻസ്ഡ് മെഷീൻ ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവസാനം വരെ കാണണം, ഒരു പുതിയൊരു സാധനം കൂടി ചേട്ടൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ചേട്ടാ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വന്ന് കണ്ടുപോലെ മാനുവൽ ചെയ്യുന്നു. അതേ മെഷീൻ തന്നെയാണ്, പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മെഷീൻ ഓൺ മാനുഫാക്ചറിങ് ആണ്. ഞങ്ങൾ തന്നെയാണ് ഈ മെഷീൻ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പ്രിൻറ്റ് ചെയ്ത പേപ്പറും പ്രിൻറ്റ് ചെയ്യാത്ത പേപ്പറാണെങ്കിൽ നമുക്ക് ക്രീസ് ചെയ്തിടാൻ പറ്റും. പവർ ഞാൻ ഓണാക്കി കറങ്ങാൻ തുടങ്ങിയിട്ട് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഞാനിപ്പോൾ 1.5 ഇഞ്ചിൻ്റെ സെറ്റിംഗ് റെഡിയാക്കിയതിന് ശേഷം ഈ 1.5 ഇഞ്ച് ഇതിലൂടെ കടത്തി വിട്ടു. അപ്പോൾ 2 സൈഡും ക്രീസിങ് വന്നു. ആക്ച്വലി ഈ ക്രീസിംഗ് എന്ന് പറയുന്നത് ഇതേ ഈ കട്ടിങ് എഡ്ജിൽ, അതായത് നമുക്ക് മടക്കാൻ പറ്റുന്ന എഡ്ജ് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഈ ക്രീസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ മെഷീനിലൂടെ ചെയ്തത്. മുമ്പ് വരുമ്പോൾ അതെല്ലാം സിംഗിളായി ചെയ്യാൻ പറ്റുന്ന മെഷീനായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടി വലിയ മെഷീനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ക്രീസ് ചെയ്തു. ഇനി അങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുന്നത് കൂടി ഒന്ന് കാണാം. അതെ. അപ്പോൾ ഇതിൽ നമ്മൾ ഫോൾഡിങ്ങിൽ ആൾറെഡി ഞാനൊരു ഗമ്മിങ് ഇട്ടിട്ടുണ്ട്. ഗമ്മിങ് മെഷീൻ ഇവിടെ ഉണ്ട്. ഇതിലൂടെ കടത്തി വിടാൻ പറ്റും. ആ കടത്തി വിടുമ്പോൾ പശ ഇതുപോലെ കൃത്യമായിട്ട് വരും. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൽ ക്രീസിങ് വിട്ടത്. അതിന് ശേഷം ഞാനൊന്ന് ഫോൾഡ് ചെയ്യാൻ പോവാണ്. റൈറ്റ് സൈഡ് കൈ ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് ഇതാ ഓപ്പോസിറ്റ് മടക്കി വീണ്ടും ഇതിലോട്ട് മടക്കി സെയിം ടെക്നിക്ക് ഇതുപോലെ ഇട്ടു. ഇതിൻ്റെ ഉള്ളിലോട്ട് മടക്കി ഫോൾഡിങ് ചെയ്തു. ശേഷം വീണ്ടും അടിഭാഗം ഞാൻ ഫോൾഡ് ചെയ്യാൻ പോകണം. വി കട്ട് ഷേപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറ്റി ഇതിനെ ഓപ്പോസിറ്റ് മടക്കി കൃത്യമായിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ഓപ്പോസിറ്റ് മടക്കി ഇതിൻ്റെയും തിരിച്ച് ഓപ്പോസിറ്റ് മടക്കി അവസാനം ഫോൾഡിങ് ലാസ്റ്റ് സ്റ്റേജ്. ഇവിടെ പശയിട്ട് കൊടുത്താൽ ബാഗ് റെഡി. ഒരു ബാഗ് ഇത്രയും സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. ഇനി ഈ മെഷീൻ ചെയ്യുന്നതുകൊണ്ട് 50% നമുക്ക് കൈ കൊണ്ട് ചെയ്യേണ്ടുള്ളൂ. 50% ഈ മെഷീനും ഈ പശയിടുന്ന മെഷീനും ഇതെല്ലാം ഇതുപോലെ ചെയ്തു തരും. ക്രീസ് ചെയ്യാൻ ഒരു മെഷീൻ ഉണ്ട്. ക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ എഡ്ജ് ഉണ്ടാക്കാൻ. അതുപോലെ പശയിടാൻ ഒരു മെഷീൻ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേ പേപ്പർ ബാഗായി ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിൽ കയറ് ഹാൻഡിൽ പിടിപ്പിച്ചാൽ മാത്രം മതി. അത് പേപ്പർ ഹാൻഡിലാണ്. ഹാൻഡിൽ നമ്മളിതുപോലെ പശ തേച്ച് പിടിപ്പിക്കുക. വൈറ്റ് കളർ ഉണ്ട്, ക്രാഫ്റ്റ് ഉണ്ട്, ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റും. വൺ സൈഡ് സെൻറ്റർ ചെയ്തിട്ട് ഇങ്ങോട്ട് ഫിക്സ് ചെയ്തു. ഇത് തന്നെ തിരിച്ചും വെച്ചിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് അടുത്ത ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു പേപ്പർ ബാഗ് ഉണ്ടാക്കിയെടുത്തു. ആക്ച്വലി പേപ്പർ ബാഗ് കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എല്ലാം കൂടി വരികയാണ്. പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഉപയോഗിക്കാൻ പോലും പറ്റില്ല. പല ഷോപ്പുകളിലും ഇപ്പോൾ ഇങ്ങനത്തുള്ള പേപ്പർ ബാഗായി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാധനം വളരെ ഉപകാരം തന്നെയാണ്. മാത്രമല്ല ഇനി ഇതിലൊരു വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ലോഗോ ആയാലും നമ്മുടെ പേരായാലും ഇതിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കമ്പനികൾ അവരുടെ ആഡ് അവരുടെ ക്യാരി ബാഗുകളിലും അതുപോലെ ഒരുപാട് ടീഷർട്ടായിട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ പ്രിന്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ പ്രിന്റിങ്ങിന്റെ പ്രോസസ്സ് നല്ല രസമാണ് കാണാൻ. പേപ്പർ നമ്മൾ ഇതുപോലെയുള്ള പ്രിന്റ് അടിക്കാത്ത ബ്ലാങ്ക് പേപ്പർ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. കാലുകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിവർ താഴെ അലോട്ട് അടിക്കും. പ്ലസ് അങ്ങനെ കാലെടുത്ത് വിടുക. എടുത്തു വിടുമ്പോൾ തനിയെ മേലോട്ട് വലിഞ്ഞു വരും. കണ്ടോ? അപ്പോൾ ഇതിൽ പ്രിന്റ് വന്നിട്ടുണ്ടോ നോക്കിയേ, കൃത്യമായി വന്നിട്ടുണ്ട്. കണ്ടോ? ചേട്ടന്റെ വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മാനുവൽ ആയിട്ടായിരുന്നു ചേട്ടൻ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫുള്ള് ഓട്ടോമേറ്റഡ് മെഷീനാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ഇതുപോലെ ഒരു ചെറിയ മെഷീനാണ്. 2 HP മോട്ടറാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മോട്ടറിൽ നമ്മൾ സാധാരണ കാല് കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള കളറോ ഏത് ടീഷർട്ടോ തുണിയോ സാരി പ്രിന്റിങ്ങോ പേപ്പർ ബാഗോ ഏത് വേണമെങ്കിലും ഒരേ മെഷീനിൽ ചെയ്യാൻ പറ്റും. ഈ പേപ്പറിന് എന്തിനാ ടീഷർട്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ ടീഷർട്ട് ഇട്ട് കൊടുക്കല്ല, നമുക്ക് ടീഷർട്ട് വരെ ഈ മെഷീൻ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ മെറ്റീരിയലും ജേഴ്സി ഏത് വേണം അടിക്കാം. ജേഴ്സി, ടീഷർട്ട്, ഫാൻസ് ക്ലബ്ബുകൾക്ക് മാക്സിമം ചുളുങ്ങാതെ നമ്മൾ സെൻറ്റർ ചെയ്ത് വെക്കണം. അതാണ് ഈ പേപ്പർ ഞാൻ ഉള്ളിൽ വെക്കാൻ കാരണം. നമുക്ക് പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്യാം. സെയിം നേരത്തെ ചെയ്ത് അതേ കണക്ക് തന്നെ ഞാൻ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രിന്റ് ആയിട്ടുണ്ട്. നമ്മൾ പേപ്പറിൽ പ്രിന്റ് ചെയ്ത പോലെ തന്നെ എല്ലാം ഡീറ്റെയിൽ, വളരെ ചെറിയ ലെറ്റേഴ്സ് പോലും പ്രോപ്പറായി പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫേസും എല്ലാം ഷുവറായിട്ട് ഏത് വേണം ചെയ്യാം. ഇന്ന് ഇതിന്റെ ഫ്രണ്ട് ഭാഗം കൂടി അടിച്ചു തരാം. അപ്പോൾ പ്രിന്റ് ടീഷർട്ടിൽ വന്നിട്ടുണ്ട്, രണ്ട് സൈഡും പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ GSA എക്സ്പോർട്സ് ആണ്. നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ പ്രിന്റ് ചെയ്തെടുക്കാം. അപ്പോൾ മഷി നമ്മൾ PVC ഇങ്കാണ്. ഇതിൽ റെഡ്യൂസർ നമ്മൾ കുറച്ച് കലക്കിയതിന് ശേഷം ഇങ്ക് സാവധാനം ഇതിലോട്ട് ലോഡ് ചെയ്യുക. പ്രത്യേകം ഈ ഇങ്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇത് പെട്രോളിയം പ്രോഡക്റ്റാണ്. ഈ അലർജി ഉള്ളവർ ഈ മഷിയെ കൃത്യമായിട്ട് മാസ്ക് ഇട്ടിട്ട് വൃത്തിയായി റെഡ്യൂസറൊക്കെ ഒഴിച്ച് കൃത്യമായി കണക്കൂട്ടിയിട്ട് വേണം ഇതിൽ മഷിയിട്ട് ചെയ്യാം. ബ്ലാക്ക് ടീഷർട്ടിൽ വൈറ്റ് പ്രിന്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഇതേ ഒരു ഗ്രേ ടീഷർട്ടാണ്. ഇതിലേത് കളർ മിക്സ് ചെയ്യാം? ബ്ലൂ കളറാണ്. നമ്മളെ GSA ലോഗോ ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ ബ്ലൂ കളറിലാണ് നമ്മൾ കമ്പനിയുടെ ലോഗോ അടിക്കാൻ പോണ്. കമ്പനിക്കാർ, കോർപ്പറേറ്റ് കമ്പനി, അതുപോലെ ഫാൻസ് അസോസിയേഷൻ, സിനിമ സ്റ്റാറുകളുടെ അങ്ങനെ എല്ലാം ഏത് വേണമെങ്കിലും നമുക്ക് അടിക്കാം. അതിനൊക്കെ ടെക്നിക്കൽ സൈഡ് ഇതുപോലെ ഒരു സ്ക്രീൻ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് എത്ര പീസ് വേണം ഒരുപോലെ അടിച്ചു തരും. നമ്മളിപ്പോൾ പ്ലെയിൻ പേപ്പറിൽ പ്രിന്റ് ചെയ്യുന്നതാണ് കണ്ടത്. ഇനി നമുക്ക് ബാഗിൽ പ്രിന്റ് ചെയ്യാൻ പറ്റില്ലേ? യെസ്, ഇതേപോലെ പ്ലെയിൻ പേപ്പർ ബാഗ് ചെയ്തതിന് ശേഷം ഇതിൽ പ്രിന്റ് ചെയ്യാൻ അടിക്കാം. പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പേപ്പർ ബാഗിൽ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. റെഡി? താഴെ ലിവർ അടിക്കുന്നു, പ്രിന്റ് സ്റ്റാർട്ട് ചെയ്തു, ഇങ്കായി കാല് പൊന്തിച്ചു, പ്രിന്റ് കറക്റ്റായിട്ട് GSA പേപ്പർ ബാഗ് വന്നിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. കണ്ടോ? അതിപ്പോൾ നമുക്ക് ബ്രൗൺ കളറിൽ ഞാൻ വെക്കാൻ പോണ്. ബ്രൗൺ കളറിൽ വെച്ച് നോക്കാം. ഉണ്ടോ? അപ്പോൾ ബാഗിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടാണ് ഈ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ നീറ്റ് ആയിട്ട് തന്നെ ഓരോ അക്ഷരം, വളരെ ചെറിയ ലെറ്റർ ആണെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് തന്നെ പ്രിന്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കി ഈ സ്റ്റാർ അടക്കം അതിന്റെ പ്രോപ്പർ അലൈൻമെന്റ് തന്നെ പ്രിന്റ് ആയിട്ടുണ്ട്. ഏത് കമ്പനി ബ്രാൻഡും എക്സ്പോർട്ട് പ്രോഡക്റ്റ് വരെ ടീഷർട്ട് നമുക്ക് ഇവിടെ നിന്ന് നിർമ്മിച്ച് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. പിക്ചർ വൈസ് വരെ നമുക്ക് ഇതിൽ അടിക്കാൻ പറ്റും. ഈ ഒരു മിഷൻ മതി. 100 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മിഷൻ വീട്ടിൽ ചെയ്യാം. സിംഗിൾ ഫേസ് കറണ്ടാണ്. 1.5 HP മോട്ടറുമായിട്ട് സിംഗിൾ ഫേസ് കറണ്ടാണ്. സിമ്പിളായിട്ട് വീട്ടിലൊരു പ്രിൻറ്റിംഗ് മെഷീനോടുകൂടി പേപ്പർ ബാഗോ തുണിസഞ്ചിയോ അടിക്കാൻ പറ്റും. ഒരാൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു പ്രിൻറ്റ് തുണിയിലോ പേപ്പർ ബാഗിലോ ടീഷർട്ടിലോ അതുപോലെ ടവലുകളോ സാരിയോ എന്ത് വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ടേബിൾ വൈസ് വലുതാക്കോ ചെറുതാക്കോ മെഷീൻ അനുസരിച്ച് കസ്റ്റമൈസ്ഡ് അനുസരിച്ച് ഞങ്ങളിത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഈ പേപ്പർ ബാഗ് സിംഗിൾ കളറിലോ പ്ലെയിൻ കളറിലോ മാത്രമല്ല, അതുപോലെ പല ഡിസൈനിലും പല സൈസിലും പല ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ പേപ്പറിൽ തന്നെ ബയോഡിഗ്രേഡബിൾ ആയിട്ട് പല ക്വാളിറ്റിയിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം വ്യത്യസ്തമായ ക്വാളിറ്റിയിൽ, എല്ലാം ഓരോ ക്വാളിറ്റിയുള്ള പേപ്പർ ബാഗുകളാണ്. ഇത് ഇതിരി ഹൈ ക്വാളിറ്റി ഉള്ള പേപ്പർ ബാഗാണ്. നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള പേപ്പർ ബാഗാണ്. സാധാരണ പേപ്പർ ബാഗുകളിൽ 2 തരം ഹാൻഡിൽ വരും. ഒന്ന് പേപ്പർ ഹാൻഡിലും ഒന്ന് കോട്ടൺ ടാഗും. ഈ കോട്ടൺ ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഈ പേപ്പർ ബാഗിൽ ഇതേപോലെ ഹാൻഡിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം സാധാരണ കടകളിൽ മുതൽ ജ്വല്ലറിയിൽ വരെ ഉപയോഗിക്കുന്ന പേപ്പർ ബാഗുകളുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 5 രൂപ മുതൽ 50 രൂപ വരെയാണ്. അതും പല ക്വാളിറ്റി അനുസരിച്ച്, എക്സ്പോർട്ട് ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റുകൾ മാറുന്നത്. സിമ്പിൾ ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലിലെ പേപ്പറിൽ നിന്ന് ഇതേപോലെ പേപ്പർ ബാഗായി മാറുന്നത് കണ്ടു. അതിൽ പേപ്പർ പ്രിന്റ് ചെയ്യുന്നത് കണ്ടു, അങ്ങനെ ടീഷർട്ട് പ്രിന്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായുള്ള സ്റ്റെപ്പുകളിലൂടെയാണ് പോയത്. ഇതൊരു ലെതർ ബാഗ് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലേഡീസ് ബാഗ് പോലെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ഐഡിയ ആണ്. ടെക്നിക്കൽ സൈഡ് ചെയ്യാണ്. ഇതേ തന്നെയാണ് എക്സ്പോർട്ട് ക്വാളിറ്റി. ഈ ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ പേപ്പർ ബാഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ മെഷീൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും? നമ്മൾ പേപ്പർ ബാഗിൻ്റെ ക്രീസിംഗ് മിഷൻ, ഗമ്മിങ് മിഷൻ, വി കട്ട് മിഷൻ, പിന്നെ ഐലറ്റ് മിഷൻ, ഹോളടിക്കുന്ന മിഷൻ, പിന്നെ പ്രിൻറ്റിംഗ് മിഷൻ, ഇതെല്ലാം കൂടി കോംബോ ആയിട്ട് നമ്മൾ കേരളത്തും ഇന്ത്യയിലും വിദേശത്തും ഞങ്ങൾ ചെയ്തു കൊടുക്കും. എല്ലാ സ്ഥലത്തേക്കാണെങ്കിൽ ചെയ്തു കൊടുക്കും. അതിനുള്ള ട്രെയിനിങ് കൊടുക്കും. എല്ലാ ദിവസവും ഇവിടെ 10 മണി തൊട്ട് 6 മണി വരെ ക്ലാസ് ഉണ്ട്. ട്രെയിനിങ് പങ്കെടുക്കുക, പ്രിൻറ്റിങ് പഠിക്കുക. ഇവിടെ വന്ന് പ്രൊജക്റ്റ്, കൊട്ടേഷൻ, ലോൺ സാധ്യതകൾ, സാധാരണ വിട്ടമ്മയ്ക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരേ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് സപ്പോർട്ട് കൊടുക്കും. ദൂരദേശത്തുള്ളവർക്ക് വരാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ ക്ലാസ് വരെ ചേട്ടൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വളരെ ഡീറ്റെയിൽ ആയിട്ട് പേപ്പർ ബാഗിന്റെ മാനുഫാക്ചറിങ് കണ്ടു. മാത്രമല്ല നമ്മൾ ഈ ടീഷർട്ടിൽ പ്രിന്റ് ചെയ്യണത് കണ്ടു. പ്രിന്റിംഗ് അല്ല, ലോഗോ ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ, അതുപോലെ വല്ല ഫാൻസ് ക്ലബിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിന്റിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽ കണ്ടു. മാത്രമല്ല നമുക്ക് ഈ മെഷീൻസൊക്കെ നമ്മുടെ ചേട്ടൻ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് തരും, ആർക്ക് വേണമെങ്കിലും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.